ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഇന്ന് അവസാന സീനായിട്ട് കണ്ടത് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് വന്നതിന് സച്ചി ചെയ്യുന്ന അമ്മാതിരി പണിയാണ് കേട്ടോ. ഒരിക്കലും സച്ചി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സച്ചി ചെയ്യുന്നത്. സച്ചിനെ നമ്മൾ പോലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വെളിയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് വന്ന ഒരാൾക്ക് നിർബന്ധിച്ച് കുത്തി തീറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നീ അവിടെ ഇരിക്കടാ, ഇത് തിന്നിട്ട് എണീറ്റ് പോയാൽ മതിയിടാ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വായ്ക്കകത്ത് വെച്ച് കുത്തിക്കയറ്റി കൊടുക്കുകയാണ്. ഏതായാലും ഇത് കണ്ടുകൊണ്ട് ഒരു ഭാര്യയും നോക്കി നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വർഷ പ്രതികരിക്കുന്നത്. വർഷ പറയുകയാണ്, സ്റ്റോപ്പ് ഇറ്റ്, നിർത്തുന്നുണ്ടോ, സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗൊക്കെ കിട്ടും. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എന്താടി നീ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്, നിനക്കെന്താ മലയാളത്തിൽ സംസാരിക്കാൻ അറിയത്തില്ലേ? കുറെ സ്റ്റോപ്പിറ്റും സ്റ്റുപ്പിടും, ഇതിന്റെയൊക്കെ അർത്ഥമൊക്കെ എനിക്കറിയാം. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ, അല്ല എന്റെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ ഭാര്യ ആ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു, ഞങ്ങളിപ്പം പുറത്തുനിന്ന് ആഹാരം കഴിച്ചു പോയി, ഞങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കുക, ഇനി ഞങ്ങൾ എങ്ങനെയാ കഴിക്കുന്നത്? ആ ഉണ്ടാക്കിയ ചപ്പാത്തി എടുത്ത് വേസ്റ്റാക്കി കളഞ്ഞെന്ന് വെച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഭൂമി ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. ഇടിഞ്ഞു വീഴുവോ, അതോ ഇനിയിപ്പോ ആകാശം വന്ന് ഭൂമി പതിക്കുവോ? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതൊന്നും അത്രയ്ക്ക് നല്ല സ്വഭാവമല്ല. കണ്ടോ അച്ഛാ ഇയാൾ കാണിക്കുന്നതെന്ന് ഇങ്ങനെ രവീന്ദ്രനോട് പറയണം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടാ നീ എന്താടാ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അച്ഛാ ഞാൻ പറയുന്നതിലാണോ തെറ്റ്, ഇവർ ചെയ്തതാണോ തെറ്റ്? ഇവർക്കൊരു കോള് ചെയ്യത്തില്ല, ഇവർക്കൊരു ഫോൺ കോള് ചെയ്താൽ പോരായിരുന്നോ? എന്റെ രേവതി ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ വർഷ പറഞ്ഞു, അച്ഛ ഇതിൽ ആരുടെ സൈഡിലെ ന്യായെന്ന് അച്ഛൻ പറഞ്ഞേ പറ്റൂ. ദേ വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നത് ഞാൻ സഹിക്കില്ല കേട്ടോ. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി അവര് പറയുന്നതിലും ന്യായമുണ്ടല്ലോ. നീ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിനക്ക് എന്താ സച്ചി നീ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അപ്പൊ വർഷ പറഞ്ഞു, ഇവർക്ക് മാന്യത എന്ന് പറയുന്ന ഇതില്ല, അതുകൊണ്ട് തന്നെ. അപ്പം നമ്മുടെ വർഷയോട് പറയുകയാണ്, അല്ല മോളെ, നിങ്ങളും ചെയ്തത് നല്ല കാര്യമൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു? അത് പോട്ടെ, സാരമില്ല, നിങ്ങൾക്ക് വിശന്ന് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വിളിച്ചു പറയായിരുന്നല്ലോ. ഫോണൊക്കെ ഉണ്ടല്ലോ ഇപ്പം. ഫോണില് രേവതി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് വിളിച്ചു പറയായിരുന്നല്ലോ. അതവൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം, അത് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. അതെ, അത് ഇയാൾ ചോദിക്കുന്നതേ കള്ളു കുടിച്ചിട്ടാ ഈ കിടന്ന് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ. രവീന്ദ്രൻ ചോദിച്ചു, സച്ചി നീ കള്ളു കുടിച്ചിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പൊ സച്ചി ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എനിക്ക് അപ്പോഴേ തോന്നി, ഇവന്റെ പൊണ്ടാട്ടിയോടുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അപ്പോഴേ തോന്നി, കള്ളു കുടിക്കാതെ എവിടെന്നാ ഇവന് സ്നേഹം വരുന്നത് പൊണ്ടാട്ടിയോട്? കള്ളു കുടിച്ചാല് അപ്പ സ്നേഹം വരും, കള്ളു കുടിക്കാത്തപ്പോഴോ ഇവളെ എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യും. ഇവൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നീ കള്ളു കുടിച്ചല്ലേടാ? എടാ നീ എന്നോട് എത്ര തവണയാടാ പറഞ്ഞത് ഞാൻ കള്ളു കുടിക്കില്ല എന്ന്? ഇത് എത്രാമത്തെ തവണയാ നീ വാക്ക് തെറ്റിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞതാ, എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞതാണ്. പല വീട്ടിൽ നിന്നും വന്ന 3 കുട്ടികളാ ഈ വീട്ടിൽ താമസിക്കുന്നത്. ആ 3 പേർക്ക് 3 സ്വഭാവമായിരിക്കും. നീ അപ്പം അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്? എന്നിട്ട് ഈ അച്ഛന് നീ ഒരു വില കൽപ്പിക്കാഞ്ഞിട്ടല്ലേ നീ വീണ്ടും കള്ളു കുടിച്ചത് എന്ന് പറഞ്ഞു. വേറെ ഒന്നും മിണ്ടാതെ നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി കേട്ടോ. രവീന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ദേ ഇയാള് കള്ളു കുടിച്ചെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇയാളുണ്ടല്ലോ, ഇയാള് വെറും ചീപ്പാ. അല്ലെങ്കിലും എന്നോട് ശ്രീകാന്ത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിലെ കുടികാരൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രം ഈ വീട്ടിൽ കള്ളു കുടിക്കത്തുള്ളെന്ന്. അപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചു പറഞ്ഞു, ഞാൻ മാത്രം ഈ വീട്ടിൽ കള്ളു കുടിക്കത്തുള്ളെന്നോ? അത് നിന്നോട് ആരാ പറഞ്ഞത്? ശ്രീകാന്തോ? ദേ എടാ സുധി, എടാ ശ്രീകാന്തേ, നീ കള്ളു കുടിക്കില്ലേടാ? നീയും കള്ളു കുടിക്കില്ലേടാ? ഒരു ദിവസം നമ്മൾ ഒരുമിച്ചിരുന്ന് ബീർ കഴിച്ചത് മറന്നുപോയടാന്ന് ചോദിച്ചു. പെട്ടെന്ന് ചന്ദ്ര, എടാ ശ്രീകാന്തേ, എടാ സുധി, നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടെന്നോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് സുധി ഇങ്ങനെ ശ്രുതിനെ നോക്കും. അപ്പൊ ശ്രുതി ചോദിച്ചു, നിങ്ങൾ കള്ളു കുടിക്കുവോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു, അത് പിന്നെ ഒരു തവണ ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അകത്തേക്ക് കയറി വാ എന്നിങ്ങനെ ശ്രുതി പറയാണ്. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അയ്യോ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ഇല്ലേലും നിങ്ങൾ കള്ളു കുടിച്ചോ? കുടിച്ചിട്ടുണ്ടേ കുടിയന്മാര് തന്നെയാണ്. എന്നിട്ട് ഓരോന്ന് കിടന്ന് ഇവിടെ എന്നെ നന്നാക്കാൻ വരിക. ആദ്യം സ്വന്തം ഭർത്താക്കന്മാരെ നന്നാക്കാൻ നോക്ക്, പിന്നെ ഈ സച്ചിനെ ആര് നന്നാക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ വെറും വൃത്തികെട്ടൊരു മനുഷ്യനാ. സ്വന്തം ഭാര്യനെ പോലും നിങ്ങൾ നന്നായിട്ട് നോക്കാറുണ്ടോ? സ്വന്തം ഭാര്യയ്ക്ക് കള്ളു കുടിക്കുന്നത് ഇഷ്ടമാണോ രേവതി?
കള്ളു കുടിക്കുന്ന ഇഷ്ടമാണോ രേവതിക്ക് സച്ചി കള്ളു കുടിക്കുന്ന ഇഷ്ടമാണോ? സച്ചിയേട്ടൻ തന്നെ കേട്ടോ നമ്മുടെ വർഷ വിളിക്കുന്നത്. സച്ചിയേട്ടൻ കള്ളു കുടിക്കുന്ന ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുക. രേവതിക്ക് ഒരു മറുപടിയില്ല. എന്നിട്ട് ബാ ശ്രീകാന്തേ, ഇവിടെ നിന്ന് കഴിഞ്ഞാലേ എനിക്ക് ചൊറിഞ്ഞു കയറും, ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നേരെ റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ബാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിച്ചോണ്ട് പോവുക. ആകെപ്പാടെ സീൻ കോൺട്രായി. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേടി? നീ അല്ലേടി ഇവനെ കുത്തി ഇളക്കി അടുക്കളയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് അയച്ചത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ. അപ്പൊ സച്ചി പറഞ്ഞു, ഇതേ മര്യാദയ്ക്ക് മാറിപ്പോക്കോ, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ന്യായം എന്ന് തോന്നുന്ന കാര്യം എവിടെയും നീണ്ടു നിവർന്ന് നിന്ന് ഞാൻ സംസാരിക്കും. എന്റെ ഭാര്യ ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിക്കാരിയാക്കി നിങ്ങൾ എന്താ ശമ്പളം വല്ലതും കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവള് എന്ത് ജോലി ചെയ്യണം വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചോളാം, മാറിപ്പോക്കോ എന്റെ മുമ്പിൽ എന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര അപ്പോഴത്തേക്കും അങ്ങ് പോയി. നമ്മുടെ രേവതിക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഭയങ്കര സങ്കടം. അപ്പൊ രേവതിയോട് സച്ചി ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞു, ബാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എനിക്ക് വേണ്ട, എന്റെ വയറ് നിറഞ്ഞു സച്ചേട്ടാന്ന് പറഞ്ഞു. വയറ് നിറഞ്ഞെന്നോ? അതിന് നീ ഫുഡ് കഴിച്ചോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ സച്ചേട്ടാ? സച്ചേട്ടൻ എന്തിനാ സച്ചേട്ടാ ഇതുപോലെ കുടിച്ചിട്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? എല്ലാവരുടെയും മുമ്പിലെ എനിക്കല്ലേ നാണക്കേട്? എല്ലാവരുടെയും മുമ്പിലെ എനിക്കല്ലേ വില പോകുന്നത് എന്റെ ഭർത്താവിന്റെ? അതെന്താ സച്ചേട്ടൻ മനസ്സിലാക്കാത്തത്? ഞാൻ രാവിലെ മുതൽ പറയുന്നത് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. എന്നിട്ട് ഇപ്പൊ കുടിച്ചിട്ട് വന്നിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കി. അല്ലെങ്കിലും സച്ചേട്ട എന്തിനാ സച്ചേട്ട ഇങ്ങനെ? കുറച്ചേ കുടിച്ചിട്ടുള്ളെങ്കിലും ഇത് വിഷമല്ലേ? ആര് പറഞ്ഞു വിഷമാണെന്ന്? ഞാൻ കുറച്ചല്ലേ കുടിച്ചുള്ളൂ, അതത്രയ്ക്ക് വലിയ വിഷമൊന്നും അല്ല. അതും വലിയ പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാ ഞാൻ കുറച്ച് കുടിച്ചത്. ഇല്ലെങ്കിലേ എനിക്ക് ഒത്തിരി കുടിക്കായിരുന്നല്ലോ. ഇത്രയും പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ കുറെ കുടിച്ചേനെ. ഇതിപ്പം കുറച്ചായി പോയി എന്ന് പറഞ്ഞപ്പം കുറച്ച് കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും വിഷം തന്നെയാ. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടെ ചോറിലല്ല സാമ്പാറില് പല്ലി ചത്ത് കിടന്നു, പല്ലി വീണു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? പല്ലി വിഷമല്ലേ? എങ്കിൽ പോട്ടെ, ഒരു പല്ലി മുഴുവനല്ല, പല്ലിയുടെ ഒരു കാല് അല്ലെങ്കിൽ ഒരു ശകലം വാല് വീണതെങ്കിൽ അത് വിഷമല്ലാതാകുമോ? അപ്പൊ പിന്നെ ഇതെങ്ങനെയാ സച്ചേട്ട വിഷമല്ലാതാകുന്നത്? കുറച്ച് കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും വിഷം തന്നെയാ. അത് മനസ്സിലാക്കാനുള്ള വെളിവ് ബോധം ഒന്നും സച്ചേട്ടൻ ഇപ്പൊ ഇല്ല. അതാ സച്ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് കിടന്ന് സംസാരിക്കുന്നത്. സച്ചേട്ടാ ഇപ്പം പോലീസുകാർ വന്നിട്ട് സച്ചേട്ടൻ കുറച്ച് കുടിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് എന്നെ വിട്ടേക്ക്, എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് പെറ്റിയടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ കേൾക്കുവോ? ഇല്ലല്ലോ. അതുപോലെയൊക്കെ തന്നെയാ. കുറച്ച് കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും കുടിയനാ. എല്ലാവരുടെയും മുമ്പിൽ ഒരു വിലയും കാണത്തില്ല. ഇപ്പം എനിക്കും ആ ഒരു അവസ്ഥയല്ലേ? എല്ലാവരും എന്നെ ആ കണ്ണിലൂടെയല്ലേ കാണുന്നേ? കുടിയന്റെ ഭാര്യ എന്നുള്ളൊരു കിരീടം എനിക്ക് ഓൾറെഡി ഉണ്ട്. ഇപ്പം വർഷയും കൂടെ അറിഞ്ഞു കുടിയന്റെ ഭാര്യയാണെന്ന്. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ചൂളിയാ നിൽക്കുന്നത്. അതൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് പിന്നെ രേവതി പറയുക, നിങ്ങൾ പറയുന്നതിൽ ന്യായം ഉണ്ടായിരുന്നു, ന്യായമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അച്ഛൻ വരെ നിങ്ങളുടെ കൂടെ നിന്നില്ലേ? അച്ഛൻ വരെ പറഞ്ഞില്ലേ സച്ചി പറയുന്നതിൽ ന്യായമുണ്ട്, നിങ്ങൾക്കൊന്ന് ഫോൺ വിളിച്ചു പറയത്തില്ലായിരുന്നെന്ന്? അങ്ങനെ വരെ അച്ഛൻ പറഞ്ഞില്ലേ? പക്ഷെ അച്ഛൻ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിന്നില്ല? നിങ്ങൾ കുടിച്ചു എന്നറിഞ്ഞു, അതാ പറയുന്നത്. കുടിച്ചിട്ട് പറയുന്ന വാക്കിന് ഒരു വിലയും ഉണ്ടാവില്ല. അത് സത്യമാണെങ്കിലും അത് എന്താണെങ്കിലും ആയിക്കോട്ടെ, ഒരു കുടിയനാണോ പറയുന്നത്? ആരും അതൊന്നും വിലവെക്കില്ല. ഇതൊന്നും മനസ്സിലാക്കാതെയാണല്ലോ നിങ്ങൾ ഓരോന്ന് പെരുമാറുന്നത്. അല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് വഴക്ക് കൂടിയിട്ടൊക്കെയാണ് രാവിലെ പോയത്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം അടിച്ചത്, കള്ളു കുടിച്ചതെന്നൊക്കെ. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ എന്തൊക്കെ പ്രശ്നം അനുഭവിക്കുന്നു, ഞാൻ എന്തൊക്കെ പ്രശ്നം എൻ്റെ അമ്മായിയമ്മയിൽ നിന്ന് നേരിടുന്നു, അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിന് പരിഹാരമായിട്ട് ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടുകയാണോ? എല്ലാവരോടും കലി കാണിക്കുകയാണോ? എല്ലാവരോടും തട്ടിക്കേറുകയാണോ ചെയ്യുന്നത്? ഞാനിതൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്താ സച്ചേട്ടാ ഇത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് മറുപടിയില്ല. സത്യം പറഞ്ഞ രേവതിയുടെ ചോദ്യത്തിനൊന്നും സച്ചിക്ക് മറുപടിയില്ല. എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, ബാ രേവതി എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം, നീ ഒന്നും കഴിച്ചില്ലല്ലോ, ബാ ഞാനും കൂടെ ഇരിക്കാന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും വേണ്ട, ഇനി കള്ളു കുടിച്ചോട്ടെ, നിങ്ങളോട് പറഞ്ഞിട്ട് ഒറ്റ കാര്യമില്ലെന്ന് എനിക്കറിയാം, ഇതങ്ങ് നിങ്ങൾ രാവിലെ ആകുമ്പോൾ മറന്നു പോകും, ഞാൻ വെറുതെ എന്തിനാ എന്റെ നാവിട്ട് അലക്കണത്, അതുകൊണ്ടേ ഞാൻ കിടന്നുറങ്ങാൻ പോവാ, എനിക്ക് ഒരുപാട് പണികളുള്ളതാ, രാവിലെ എണീക്കേണ്ടതാ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ചെന്നങ്ങ് കിടന്നു കേട്ടോ. ഏതായാലും സച്ചി അപ്പോഴത്തേക്കും കട്ടിലേ കിടന്നു, രേവതി നിലത്തും കിടന്നു. പിന്നെ നേരം പരപരാ വെളുക്കുന്നു. രേവതി അടുക്കളയിലെ കോഫിയൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ വർഷ വരികയാണ്. അപ്പൊ വർഷ വന്നിട്ട്, രേവതി ചേച്ചി ഇതെന്താ കോഫി റെഡിയായോ എന്ന് ചോദിച്ചു. പറഞ്ഞു, കോഫി റെഡിയായി, ഇന്നാ വർഷ എന്ന് പറഞ്ഞ് കോഫി കൊടുത്തു. കോഫി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, വാവ് എന്ത് ടേസ്റ്റ് ചേച്ചി, ഇത് നല്ല സ്വാദുണ്ട് കേട്ടോ. സത്യം പറയട്ടെ, ശ്രീകാന്ത് വലിയ ഷെഫൊക്കെയാണ്, പക്ഷെ ശ്രീകാന്ത് ഇടുന്ന കോഫിക്ക് ഇത്ര ടേസ്റ്റ് ഇല്ല, ഇതിനെന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്താ ഇതിൽ എക്സ്ട്രാ ചേർക്കുന്നത്?
അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, എന്ത് ചേർക്കാന്, എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ചെയ്ത് പണ്ട് മുതലേ രേവതി ചേച്ചിക്ക് അറിയാമായിരുന്നു ഇതെല്ലാം ഉണ്ടാക്കാനും. രേവതി ചേച്ചി ഉണ്ടാക്കുന്നതിനെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ, രേവതി ചേച്ചി എവിടുന്നാ ഇതെല്ലാം പഠിച്ചത്? അത് പിന്നെ എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചാൽ എന്നെ ആരും പഠിപ്പിച്ചതൊന്നും അല്ല വർഷ. ഞാൻ ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അമ്മ ചെയ്യുന്നത് കണ്ട് ഓരോന്ന് പഠിച്ചതാ. അല്ലാതെ പ്രത്യേകിച്ച് ആരും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം, ആണോ, എങ്കിലും അമേസിങ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയാം. അപ്പൊ വർഷമല്ല ശ്രുതി വരുന്നു. രേവതി ചായ ആയോ എന്ന് ചോദിച്ചു. ചായ കൊടുക്കുന്നു, ചായ കുടിക്കുന്നു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷ ചോദിച്ചത്, അല്ല ശ്രുതി ചേച്ചിക്ക് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് തോന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉണ്ട്, രേവതി ഇടുന്നതിന് അല്ലെങ്കിൽ നേരത്തെ ടേസ്റ്റ് ഉള്ളതാണല്ലോ, നല്ലതാ, കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അത് എന്നോടല്ല പറയേണ്ടത്. ഒരാൾ ചായ തരുമ്പം അത് കുടിച്ചിട്ട് നല്ലതാണെങ്കിൽ അവരൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്നത് നല്ലതല്ലേ ചേച്ചി, അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ ശ്രുതി നിന്നങ്ങ് ചമ്മാണ് കേട്ടോ. അപ്പം നമ്മുടെ രേവതിയുടെ മുഖത്ത് വലിയൊരു പ്രസാദമോ ചിരിയോ ഒന്നുമില്ല. അപ്പൊ വർഷ പറഞ്ഞു, അതെ, രേവതി ചേച്ചിക്ക് ഇന്നലത്തെ കാര്യം ഓർത്തിട്ട് വിഷമമുണ്ടല്ലേ, എന്ത് ചെയ്യാനാ, എന്ത് പറയാനാ, എന്തോ രേവതി ചേച്ചി സച്ചേട്ടൻ കാണിക്കുന്ന അത്രയ്ക്ക് ശരിയായ കാര്യങ്ങളൊന്നും അല്ല, അതുകൊണ്ടാ ഇന്നലെ ഞാൻ അത്രയും ദേഷ്യപ്പെട്ട് പെരുമാറിയത്. ഏതായാലും രേവതി ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പം എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഇതുപോലെ കുടിയനായ ഒരു ഭർത്താവിനെയാണല്ലോ രേവതി ചേച്ചിക്ക് കിട്ടിയത്. എന്തോ സാരമില്ല രേവതി ചേച്ചി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സച്ചേട്ടന് കുടി മാറ്റാൻ പറ്റില്ലേ? എങ്ങനെ മാറ്റാനാണല്ലേ? പുള്ളിക്കാരന്റെ ക്യാരക്ടറേ കൊള്ളില്ല, ഒരു വൃത്തികെട്ട ക്യാരക്ടർ, എന്നൊക്കെ പറയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ സ്വന്തം ഭർത്താവിനെ കുറിച്ചാണേ പറയണത്. ആർക്കാണെങ്കിലും സങ്കടം വരുമല്ലോ. നമ്മുടെ രേവതി അവിടെ നിന്ന് സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രുതി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ശ്രുതിയോട് ചോദിച്ചു, അല്ല, ശ്രുതി ചേച്ചിയുടെ ഭർത്താവ് കള്ളൊന്നും കുടിക്കില്ലല്ലേ? പുള്ളിക്കാരൻ ഡീസന്റ് ആണല്ലേ? എന്റെ ഭർത്താവും കള്ളൊന്നും കുടിക്കത്തില്ല, ബിയറൊക്കെ വല്ലപ്പോഴും അടിക്കുന്നങ്ങാണ്ടൊക്കെ തോന്നും. അതൊന്നും വലിയ കുറ്റമൊന്നും അല്ലല്ലോ. ഏതായാലും രേവതിയുടെ ഭർത്താവിനെ പോലെ അല്ലല്ലോ, അത്രയ്ക്കും വൃത്തികെട്ടവനല്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയുക, നമ്മുടെ രേവതി അപമാനിതയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഏകദേശം നമ്മുടെ വർഷ രേവതിയോട് ചോദിച്ചു, അല്ല രേവതി ചേച്ചി എന്താ ചായ കുടിക്കുന്നില്ലേ? രേവതി ചേച്ചി, ബാ ഇവിടെ ഇരിക്കുക, നമുക്ക് 3 പേർക്കും കൂടി ഇരുന്ന് ചായ കുടിക്കാം, നമ്മൾ 3 പേരും ഇപ്പൊ സിസ്റ്റേഴ്സ് അല്ലേ, ബാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്കിപ്പോ ചായ വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഇവിടെ ഇരിക്കും രേവതി ചേച്ചി എന്ന് പറഞ്ഞു നിർബന്ധിച്ച് നമ്മുടെ വർഷം അവിടെ പിടിച്ചിരുത്താണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എപ്പോഴും ഈ അടുക്കളപ്പണിയൊക്കെ ആയിട്ട് നടക്കുന്നതല്ലേ, ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുക്കണ്ടേ, അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് മനസാക്ഷിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് നമ്മുടെ വർഷ. ശ്രുതിക്കാണെങ്കിൽ ഇത് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ശ്രുതി മനസ്സ് വിചാരിക്കാം, ഇപ്പോഴങ്ങാണം അമ്മായിയമ്മ കണ്ടോണ്ട് വരണം, അവളെ ഇപ്പൊ അടുക്കളയിലേക്ക് ഓടിക്കും എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. ഏതായാലും ഇവര് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ചിരിയും കളി, ഭയങ്കരമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര ഇത് കാണുന്നത്. പെട്ടെന്ന് ചന്ദ്ര വന്നിട്ട്, അയ്യോ ഇതെന്താ, 3 മരുമക്കളും കൂടെ ഒരുമിച്ച് നിന്ന് ചിരിക്കുന്നു, അയ്യോ ഇത് ശരിയാവില്ല. ഇങ്ങനെയാണ് പലയിടത്തും വഴക്കുകൾ ഉണ്ടാകുന്നത്. 3 പേരും ഒരുമിച്ച് നിന്നാല് 3 പേരും എൻ്റെ അടുത്ത് ശത്രുക്കളാകും. വേണ്ട, ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. എൻ്റെ ഈശ്വര, 3 കൂടെ കൂടി എന്ത് പ്ലാൻ ചെയ്യുമായിരിക്കുമോ എന്തോ. എല്ലായിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് മരുമക്കളെല്ലാം ഒരു കെട്ടാണ് അമ്മായിയമ്മേനെ ഒറ്റപ്പെടുത്തുമെന്ന്. ഇതിപ്പോ അങ്ങനെയാണോ ആയി തീരുമോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ വന്നിട്ട്, എന്താ ചന്ദ്രന്ന് ചോദിച്ചു. അത് പിന്നെ കണ്ടില്ലേ 3 പേരിരുന്ന് ചിരിക്കുന്നു. അവര് 3 പേരും കൂടി ഇരുന്ന് ചിരിക്കട്ടെ, നിന്റെ കൺമുമ്പിൽ നിന്റെ 3 മരുമക്കൾ ഇരുന്ന് സന്തോഷിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമോ ചന്ദ്രമതി നിനക്ക് വേണ്ടത്? നീ ഇത് തന്നെയല്ലേ ആഗ്രഹിച്ചത്, നിനക്കും ഇത് തന്നെയല്ലേ വേണമെന്ന് പറഞ്ഞത്? 3 പേരെയും എപ്പോഴും നിന്റെ കൺമുമ്പിൽ കാണണം. കിടക്കുമ്പോഴും 3 പേര്, നടക്കുമ്പോഴും 3 പേര്, ഇരിക്കുമ്പോഴും 3 പേര്. ഈ 3 പേര് എപ്പോഴും ഇവിടെയുണ്ട്. നിന്റെ 3 മരുമക്കള് നിന്റെ കൂടെ ഉണ്ട്. ഇടി സന്തോഷിക്ക് ചന്ദ്ര എന്നൊക്കെ ഇങ്ങനെ പറയാം. ഏതായാലും രവീന്ദ്രൻ ഇതങ്ങ് പറഞ്ഞിട്ട് പോയിട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിൽ ചങ്കിലി ഇടുത്തി വീണിരിക്കുകയാണ്. ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കും. അങ്ങനെ 3 എണ്ണത്തിനെ സൂഹിക്കാൻ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷമായിട്ട് നമ്മള് ഇനിയിപ്പോ നാളെയാണ് നമ്മൾ രേവതിയുടെ സച്ചിയുടെ ഫുൾ വിശേഷമായിട്ട് വരത്തുള്ളൂ. വൈകിട്ട് നമ്മൾ ഫുൾ വിശേഷം ഇടില്ല. ഇനി മുതൽ നമ്മൾ ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ ഫുൾ വിശേഷവുമായിട്ട് വരുന്നത്. വൈകിട്ടുണ്ടല്ലോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്, മക്കളെ പഠിപ്പിക്കുകയൊക്കെ വേണം. അപ്പം ഒരാള് ഒരു ബേസിക് ഒക്കെ ആക്കി എടുക്കണമല്ലോ നമുക്കിപ്പോൾ. ഒരാൾ കുഞ്ഞിതാണ്,
അപ്പം ഇനിയിപ്പോൾ 1ാം ക്ലാസ്സിലേക്കൊക്കെയാണ്. അപ്പം അതുകൊണ്ട് എക്സാം ഒക്കെ വരികയാണ്, രണ്ടുപേർക്കും എക്സാം ഒക്കെ വരികയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് ടൈം കിട്ടിയെന്ന് വരില്ല അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കണത് കൊണ്ട്. അപ്പം അവരൊന്ന് പഠിപ്പിച്ചൊക്കെ എടുക്കണം. അപ്പം അതുകൊണ്ട് ടൈം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് ഇടാതെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ ഇട്ടത്. ഇനി എന്നും അങ്ങോട്ട് ഉച്ചയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ പ്രേമവിശേഷം ഇടുന്നത്. പിന്നെ നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും പ്രേമവിശേഷം നമ്മൾ വൈകിട്ട് തന്നെ ഇടുന്നതായിരിക്കും. വൈകിട്ട് 9:30 തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.